ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. കുറേ നാളായിട്ട് ഇപ്പോൾ വ്ളോഗ് ഇട്ട് മടുത്തിരിക്കല്ലോ. അപ്പോൾ ഞാനൊരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. പൊതുവേ ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെയാണ് ആദ്യം ഇട്ടിരുന്നത്, പിന്നെ അതാർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വ്ളോഗിലേക്ക് കടന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് വെച്ചാൽ നമ്മളിവിടെ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ കുറേ ടൈപ്പ് ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് ബിരിയാണി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ച് വളർന്ന അന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കാണുന്ന ഒരു ബിരിയാണി ആട്ടോ. പണ്ട് പെരുന്നാളിനും ഒക്കെ ഇതും ഞാൻ എൻ്റെ ചാനലിൽ കുറേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ വ്ളോഗിലൊക്കെ ആയിട്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഉപ്പ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബിരിയാണി ഞാൻ പണ്ട്, ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറേ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിരിയാണിയാണ്, നല്ല അടിപൊളി ബിരിയാണിയാട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല മസാല ബിരിയാണിയാട്ടോ, കുറച്ച് മസാല ടൈപ്പ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ ചിക്കൻ പൊരിച്ചിട്ടാട്ടോ ബിരിയാണി വയ്ക്കുക. അതിനായിട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങൾ രണ്ട് രീതിയിലും, ചിലപ്പോൾ തൈര് ചേർക്കും, ചിലപ്പോൾ തൈര് ചേർക്കില്ല. ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, ചെറുനാരങ്ങ നീര് മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കായം പരട്ടി വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി, ഒരുപാട് നേരമൊന്നും വെക്കണം വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരട്ടെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിലൊന്ന് വറുത്ത് കോരരുതേ. ഓയിലിൻ്റെ ടേസ്റ്റും വെളിച്ചെണ്ണ ടേസ്റ്റും രണ്ട് തരമാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ സവാള വഴന്നെടുക്കുക. പണ്ട് ഞാനിങ്ങനെ ഒരു റെസിപ്പി വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, നമ്മൾ ഉപയോഗിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ചിക്കൻ പൊരിക്കുന്ന എല്ലാ സത്തും ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാവും കേട്ടോ. ആ വെളിച്ചെണ്ണ കളഞ്ഞ് നമ്മൾ വേറെ വെളിച്ചെണ്ണ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ അത്രയും ഹെൽത്തി ഒക്കെ നോക്കണവരാണെങ്കിൽ ബിരിയാണി കഴിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ സവാള ആ വെളിച്ചെണ്ണയിൽ തന്നെ സവാള വഴറ്റിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മീഡിയം സവാള ആട്ടോ. തക്കാളി അതുപോലെ മീഡിയം 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ജിഞ്ചർ ഗാർലിക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക് അങ്ങനെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പൂൺ ഞാൻ കാണിച്ചൊരു സ്പൂണുണ്ട്, 1.5 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാം. ഈ ഒരു കാണാൻ പറ്റുമല്ലോ, ആ ഒരു സ്പൂണുണ്ട്, 1.5 സ്പൂണാട്ടോ ഞാൻ മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത്. അതായത് സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സ്പൂണാണ് കണക്ക് വരാം, ഇത് സ്പൂണല്ല ടേബിൾ സ്പൂണൊക്കെ ആയിരിക്കും മേ ബി. അപ്പോൾ ഇതുകൊണ്ട് ആണ് ഒരളവ്, ഇങ്ങനത്തെ ഒരു സ്പൂൺ കൊണ്ട് എടുത്താൽ മതി. അങ്ങനെ അതുകൊണ്ട് 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1.5 സ്പൂണ് നമ്മളെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് പുളിയില്ലാത്ത മീഡിയം പുളി കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് പുളി ആവരുത്. അങ്ങനത്തെ ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്താൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഇതിലിട്ട് കൊടുക്കുക. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. ബാക്കി വേവ് ഈ മസാല കിടന്ന് വേവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നാടൻ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല, പാക്കറ്റ് ഗരം മസാലനേക്കാൾ നമ്മൾ വീട്ടിലെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ 1/2 സ്പൂണാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഒന്നും കൂടി വേവാനുണ്ട്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ചട്ടകവും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രൈപോഡ് ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും, കുറച്ച് ഇളകിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിന കൂടി ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ റെസിപ്പിയിൽ ഈ പുതിന അങ്ങനെ ഞങ്ങൾ ചേർക്കലില്ല മസാലയിലിട്ട്, ചിലപ്പോൾ ചേർക്കും ചിലപ്പോൾ ചേർക്കില്ല. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ മല്ലിയില ചേർക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരി വെച്ചിട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുക. അതായത് നമ്മൾ ബസുമതി റൈസ്, വൈറ്റ് ബസുമതി റൈസ് അല്ല കേട്ടോ. വൈറ്റ് ബസുമതി റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ടേസ്റ്റാണ്. ഇത് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ അലിബാബയുടെ ഒക്കെ അരി ഉണ്ടല്ലോ, നമ്മളെ പുഴുക്കലരിയുടെ കളറുള്ള ബസുമതി റൈസ് ഉണ്ടല്ലോ അത് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെല്ല റൈസ് എന്നൊക്കെ പറയാൻ കറക്റ്റ് എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ഒമാനി വെച്ച് കുറേ തപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ വൈറ്റ് ബസുമതി റൈസാണ് അവിടെ കൂടുതൽ വരുന്നത്. ഈ ഗോൾഡൻ കളറിൽ വരുന്ന അരിയില്ല, നമ്മൾ സാധാരണ പുഴുക്കലരി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കളറിൽ വരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ബൾക്കായിട്ടൊക്കെ കിട്ടുമായിരിക്കും, ചെറിയ പാക്കറ്റിൽ വരുന്നില്ല. അപ്പോൾ അത് ഞാനൊരു 80% വേവിച്ചിട്ട് ദമ്മ് ചെയ്യുന്നത്, മസാലയുടെ മേലെ ഈ ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വെച്ചതൊക്കെ സെറ്റാക്കിയിട്ട് അതിന് മേലെ വെതറി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നെയ്യ്, പശു നെയ്യ് തൂക്കിയിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഇതൊക്കെ ചേർത്തതിന് ശേഷം ദമ്മ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് ദമ്മ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ദമ്മൊക്കെ ചെയ്തെടുത്ത് ബിരിയാണിയാണിത്. പിന്നെ ഇതൊന്ന് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബിരിയാണി 15 മിനിറ്റിന് ശേഷം എടുത്ത ബിരിയാണിയാണിത്. ഈ മസാലയും ചോറും ഒരുമിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് വേറെ വേറെ എടുക്കരുത്. എല്ലായിടത്തും റൈസും ചിക്കനും ഒരുമിച്ച് നല്ലോണം എല്ലായിടത്തും മിക്സ് ചെയ്ത്, എന്നാലേ ഈ ഒരു ബിരിയാണി കഴിക്കാൻ രസമുണ്ടാവുള്ളൂ. കാരണം ഇതൊരു മസാല ടൈപ്പ് ബിരിയാണി, മറ്റേ ബിരിയാണി പോലെ തലശ്ശേരി ബിരിയാണി പോലെയല്ല. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി മസാല ടൈപ്പ് ബിരിയാണിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്